ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊക്കെ ചുമ്മാ ക്ലീഷേ പറച്ചിലാണ്. എനിക്ക് എങ്ങനെയാണ് ഒരു ഇൻട്രോ പറയേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എന്തായാലും മാക്സിമം ഗ്ലാമറിൻ്റെ പകരം ക്വാളിറ്റിയും കൊണ്ടുവരാൻ നോക്കാം. ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ പോകുന്നില്ല കേട്ടോ. ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യും. ചുമ്മാ ക്വാണ്ടിറ്റി കുറേ കൂടിയിട്ടും കാര്യമില്ല, കുറേ ഗ്ലാമറിൻ്റെ ആയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവന്യൂ 4759 രൂപ നമുക്ക് ഇന്ന് ഓടി കിട്ടിയിട്ടുണ്ട്. 13 മണിക്കൂർ പോയിട്ട് 37 മിനിറ്റാണ് നമ്മുടെ ആ ഓടിയത്. 12 ട്രിപ്പ് നമുക്ക് ഇന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. 13 മണിക്കൂറിനാണ് നമുക്ക് എമൗണ്ട് കിട്ടിയത്. അപ്പം ശരിക്കും ഓട്ടമുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് ഓട്ടം വരുന്നുണ്ട്. ഒരെണ്ണം തീരുന്നതിന് മുന്നേ അടുത്ത ഓട്ടം വരുന്നുണ്ട്. അപ്പം ഓടിയെടുക്കാൻ തിരക്കുള്ളതുകൊണ്ട് ഒരു ട്രിപ്പ് തീരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓരോ ട്രിപ്പ് കുറേയും കൂടിയൊക്കെ സമയം. പക്ഷെ ഞാൻ രാവിലത്തെ ട്രിപ്പ് പ്രതീക്ഷിച്ച് രാവിലെ ഇറങ്ങുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതൊരു, കാരണം രാവിലെ ഉച്ചവരെ ഒരു 1000 രൂപയുടെ ഓട്ടം ഞാൻ ഓടാറുള്ളൂ. എങ്ങനെയൊക്കെ കളിച്ചാലും 1000 രൂപയുടെ ഓട്ടം ഓടാൻ പറ്റാറുള്ളൂ. അത് യൂബറിന് കൃത്യമായ കണക്കുണ്ട്. ഓരോ ഡ്രൈവർക്കും എത്ര രൂപ കിട്ടണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഞാനിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി തൊട്ട് ഉച്ച കഴിഞ്ഞ്, കാരണം രാവിലത്തെ 1000 രൂപ വേണ്ട. കാരണം രാത്രി ഓട്ടം വരുന്ന സമയത്ത് നമുക്ക് രാവിലെ ഓടിയാലും ഓടിയില്ലെങ്കിലും നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ടയേർഡാവും. ഓട്ടമുള്ള സമയത്ത് നമുക്ക് ഓടിയെടുക്കാൻ പറ്റുന്നില്ല, ടയേർഡാവുകയും ചെയ്യും. ആകെ ഒരു ബുദ്ധിമുട്ട് വൈകുന്നേരം ആകുമ്പോൾ അത് ഓടാൻ പറ്റുന്നില്ല, ഒരു ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ഓടിയാലോ എന്ന് ഞാനങ്ങനെ ആലോചിക്കുകയാണ്. എന്നൊക്കെ ഇന്നത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചുമ്മാ വളവളാൻ സംസാരിച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട, ബോറടിപ്പിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മൊത്തം ക്യാഷ് കളക്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. യൂബറിൻ്റെ കമ്മീഷനും കൂടി ഉൾപ്പെടെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് നമുക്ക് യൂബറിൻ്റെ കമ്മീഷൻ നമുക്കത് അവർക്ക് കൊടുക്കണം, യൂബറിന് കൊടുക്കണം പൈസ. അപ്പോൾ അതിൻ്റെ ബാക്കി പൈസയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. എങ്ങോട്ടൊക്കെ ഉള്ള ട്രിപ്പാണ്, എത്ര രൂപ ട്രിപ്പൊക്കെ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ഫസ്റ്റ് ട്രിപ്പ് തൊട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് രാവിലെ തന്നെ കിട്ടിയത് ഉദയംപേരൂരിൽ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ട്രിപ്പ് കിട്ടി. കേരം മരടിലേക്കാണ് പോയത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഇൻ്റർസിറ്റി ആയിരുന്നു. 14 കിലോമീറ്ററിൻ്റെ ഓട്ടം, 434 രൂപ കളക്ട് ചെയ്ത് പോയിട്ട് 305 രൂപ. ബാക്കി യൂബറിൻ്റെ കമ്മീഷൻ നമുക്ക് കിട്ടുന്നത് 305 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം വന്നത് കസ്റ്റമർ ക്യാൻസലാക്കി. പിന്നെയും വന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 20 കിലോമീറ്ററിൻ്റെ ഓട്ടമായിരുന്നു. 474 രൂപ നമുക്ക് കിട്ടി. 336 രൂപ നമുക്കും കിട്ടി. മൊത്തം 477 രൂപ കളക്ട് ചെയ്തു. മറ്റേ ഇത് ഏകദേശം കിലോമീറ്റർ വ്യത്യാസമുണ്ട് കേട്ടോ. 14 കിലോമീറ്ററിന് 305 രൂപ കിട്ടി. ഇവിടെ 20 കിലോമീറ്ററിനാണ് നമുക്ക് 336 രൂപ. 6 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ 30 രൂപ വ്യത്യാസമേ കിട്ടിയുള്ളൂ. ശരിക്കും കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അത് റോങ് ആണ്. പക്ഷേ സാരമില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ലാഭമാണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഈ ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കസ്റ്റമർ നമ്മൾ ആദ്യമേ അവർ ഓൾറെഡി നോക്കിയ ലൊക്കേഷനേക്കാളും കൂടുതൽ അവർ പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ഇൻക്രീസ് ആവുന്നത്. അതിട്ടുള്ളതാണ് 186 രൂപയുടെ ഒരു 189 രൂപയുടെ ഒരു ട്രിപ്പ്. നമുക്ക് 161 രൂപ കിട്ടിയിട്ടുണ്ട്. അത് കളമശ്ശേരിയിൽ നിന്ന് എയർപോർട്ട് ആണ്. പിന്നെ എറണാകുളമാണ് റെനെ മെഡിസിറ്റിയിൽ നിന്ന് തൃക്കാക്കരയ്ക്ക് 239 രൂപ കളക്ട് ചെയ്ത് 168 രൂപ നമുക്കും കിട്ടി. പിന്നെ ഒരെണ്ണം 198 രൂപയുടെ ട്രിപ്പ് എടപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഏലൂരിലേക്ക് കിട്ടി, ഏലൂർ. പിന്നെ ഒരെണ്ണം വന്നത് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. പിന്നെ വന്ന ഒരെണ്ണമാണ് ഒരു ഇൻ്റർസിറ്റി, അടിപൊളി. കരിമണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. ഏലൂരിൽ നിന്ന് കരിമണ്ണൂരിലേക്ക് ഇച്ചിരി ദൂരമാണ് സംഭവം. പിന്നെ ഇത് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. കാരണം നമുക്ക് മൊത്തം കളക്ട് ചെയ്ത് 2282 രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ കിട്ടുന്നത് മൊത്തം 75 കിലോമീറ്റർ. നമുക്കതിൽ മൊത്തം കിട്ടുന്നത് 1771 രൂപ. ഇതാണ് അതിൻ്റെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. 75 കിലോമീറ്റർ ഗോ ഇൻ്റർസിറ്റി, കരിമണ്ണൂർ, തൊടുപുഴ ഒരു സ്ഥലം കരിമണ്ണൂർ.
ദൂരം ഉണ്ടായിരുന്നു. ഇത് രാവിലെ തന്നെ കിട്ടിയ ട്രിപ്പാണ് എനിക്ക്. രാവിലെ ഉച്ചയ്ക്കായിരുന്നു. ഈ കസ്റ്റമറും ഡ്രൈവറാണ്. അവിടെ ചെന്ന് എനിക്ക് അവിടുന്ന് അന്നത്തെ ദിവസം റിട്ടേണും കിട്ടി കേട്ടോ. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. നേരെ എറണാകുളത്തേക്ക് എനിക്ക് റിട്ടേണും കിട്ടി. എന്നാൽ അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് അത്ര എമൗണ്ട് വരാൻ കാര്യം. കാരണം റിട്ടേൺ കിട്ടും, കുഴപ്പമൊന്നുമില്ല. ദൂരത്തേക്കൊക്കെ പോയാലും നമുക്ക് റിട്ടേൺ കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. അന്ന് അവിടുന്ന് തൊടുപുഴയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എനിക്ക് റിട്ടേണും കിട്ടി. അവിടുന്ന് ഒരു ഇത് കരിമണ്ണൂരിൽ നിന്ന് തൊടുപുഴ ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ പോകണം. അപ്പോൾ തിരിച്ച് എനിക്ക് ഇവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അവിടുന്ന് റിട്ടേൺ കിട്ടി. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. വേണ്ട, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ട്രിപ്പാണ്. 1100 റിട്ടേൺ ട്രിപ്പ്. 1159 രൂപ നമുക്കതിൽ കളക്ട് ചെയ്തു. നമുക്ക് 1000 രൂപ. എന്നാലും റിട്ടേൺ 1000 രൂപ കിട്ടിയാലും നഷ്ടമില്ല. കാരണം അവിടുന്ന് ഇവിടെ വരെ കാലിക്ക് വരുന്നതിനേക്കാളും നല്ലതല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുന്നത്. തൊടുപുഴയിൽ നിന്ന് സൗത്ത്, ഇവിടുത്തെ എറണാകുളത്തൊരു ഹോട്ടലിലേക്കാണ് വന്നത്. പിന്നെ അവിടെ അന്നത്തെ ദിവസം കുറച്ച് ലോക്കൽ ഓട്ടം ഞാൻ ഓടി. 5000 തികയ്ക്കാനുള്ളൊരു ഇൻറ്റൻഷനിൽ ഓടിയാണ്. പക്ഷേ ഞാൻ ടയേർഡായിരുന്നു. 5000 തികച്ചില്ല, എന്നാലും ചെറിയ 1-2 ചെറിയ ഓട്ടങ്ങൾ ഓടി. 140. അത് കാരണം നല്ല പീക്ക് ടൈം വരും. ചറ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഉള്ളൊരു ഓട്ടമാണ് 213. അത് ചെറിയൊരു ഓട്ടമാണ്. അന്നത്തെ ദിവസം തന്നെ ഓടിയ ഓട്ടമാണ്. ചെറിയ ഓട്ടങ്ങളെ ഞാൻ പിന്നെ എല്ലാം എടുത്തു. കാരണം ഓട്ടം ഉള്ളപ്പോൾ ഓടണം. കാരണം ഇപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും എന്നോട് ചോദിക്കും, നിനക്ക് എപ്പോഴും ഓട്ടമാണല്ലോ, മറ്റുള്ളവർക്ക് ഓട്ടം ഇല്ലല്ലോ എന്ന് നിൽക്കും. കാരണം അത് പറയാൻ കാര്യം അതും പറയുന്നതിൻ്റെ ഒരു ഇതാണ്, ഓട്ടം ഉള്ളപ്പോൾ ഓടി എടുത്തോളണം എന്ന് പറയണം. ഓട്ടം ഉള്ളപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് ചില ആൾക്കാർ കിലോമീറ്റർ പിക്കപ്പ് പോയിന്റ് കുറവാണെങ്കിൽ അത് എടുക്കത്തില്ല, അത് കട്ട് ചെയ്ത് കളയും. അത് കട്ട് ചെയ്ത് കിട്ടിയിട്ട് നല്ലത് മാത്രം സെലക്ട് ചെയ്ത്. അപ്പം അങ്ങനെയൊക്കെ എടുക്കുന്നവർക്കാണ് ഈ ഓട്ടമില്ല എന്ന് പറയുന്നത്. വരുന്ന എല്ലാം എടുക്കുക. പിക്കപ്പ് ചിലപ്പോൾ കൂടുതൽ ദൂരമൊക്കെ ആയിരിക്കും, പക്ഷേ മൊത്തത്തിൽ കറങ്ങി വരുമ്പോൾ നമുക്ക് ലാഭമാണോ ഇല്ലയെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാനങ്ങനെ നോക്കാറില്ല. പിക്കപ്പ് 15 കിലോമീറ്റർ പിക്കപ്പ് വരെ ഞാൻ പോയിരുന്നത്. അതും കഴിഞ്ഞ ദിവസം പോയൊരു പിക്കപ്പ് 4 കിലോമീറ്റർ പിക്കപ്പിന് പോയിട്ട് അവർക്ക് പോകേണ്ട സ്ഥലം 1.5 കിലോമീറ്റർ. അതായത് മിനിമം 90 രൂപ എനിക്ക് തന്നെ കിട്ടും. 4 കിലോമീറ്റർ പിക്കപ്പിന് വേണ്ടി മാത്രം ഞാൻ പോയി. അപ്പം അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഇപ്പം എനിക്ക് എപ്പോഴും ഓട്ടോ ഉണ്ട്, അവർക്കൊന്നും നിനക്ക് മാത്രം ഓട്ടോ ഉള്ളൂ, മറ്റുള്ളവർക്കൊന്നും ഓട്ടോ ഇല്ലല്ലോ എന്ന് പറയുന്നത് എനിക്ക് അത് നമുക്കൊരു സമയമുണ്ട്. ആ സമയത്ത് ഓട്ടോ ഉള്ളപ്പോൾ മടി പിടിച്ചിരിക്കരുത്. മാക്സിമം ഉറങ്ങരുതെന്നല്ല, പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ ഓടി എടുക്കാൻ നോക്കണം. കാരണം ഈ വെറുതെ ഇരിക്കേണ്ട സമയങ്ങൾ വരും വീണ്ടും. ഫോണിൽ കുത്തി കളിക്കാനും വെറുതെ. അപ്പം ആ സമയത്ത് നമുക്ക് വെറുതെ ഇരിക്കും. ഓട്ടോ ഉള്ള സമയത്ത് മാക്സിമം ഓടുക. അതിൽ ഒത്തിരി ഉറക്കം നിൽക്കാതെ ഓടുക. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക കേട്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പണിയാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങേണ്ട സമയത്ത് ഞാൻ മാക്സിമം 8 മണിക്കൂർ ഉറങ്ങാൻ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 8 മണിക്കൂർ കിട്ടാറില്ല. പിന്നെ ഉള്ളവരാണ് ഇവിടെ കണ്ട ടിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഓട്ടമായിരുന്നു, പക്ഷേ എനിക്കൊരു 157 രൂപ ആകെ ഓട്ടോ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തൊരു 25 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. ചെറിയൊരു ഓട്ടമായിരുന്നു. തൃപ്പൂണിത്തുറയിലേക്ക് തന്നെയായിരുന്നു. പിന്നെ ഉദയംപേരൂരിൽ നിന്ന് കോട്ടകം തൃപ്പൂണിത്തുറ, അത് ചെറിയൊരു ഓട്ടമായിരുന്നു. പിന്നെ ഒരെണ്ണം കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. ഇന്ത്യൻ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു 239 രൂപയുടെ ഓട്ടം. അപ്പം അന്ന് അത്രയൊക്കെ ഓട്ടം കണ്ട. വീണ്ടും കസ്റ്റമർ ക്യാൻസൽ. ഈ കസ്റ്റമർ ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ ആദ്യമേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ കാര്യം, നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്ത് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏകദേശം ആ ഒരു ലൊക്കേഷൻ ഓട്ടം നമുക്ക് അടുത്ത് വരും. പക്ഷേ കസ്റ്റമറിന് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുകൂടി പറയുമ്പോൾ ഈ ഓൾറെഡി ബുക്ക് ചെയ്ത കസ്റ്റമർ വെയിറ്റിംഗ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. അത് നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ വരിക, എടുക്കുക, പറ്റുവാണെങ്കിൽ ഓടുക. ഈ കസ്റ്റമറെ കൊണ്ട് ഇറക്കിയതിന് ശേഷം ഓടാൻ പറ്റും. പിന്നെ ഒരു 157 രൂപയുടെ ഓട്ടം, പിന്നെ ചെറിയൊരു 97 രൂപയുടെ ഓട്ടം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ദിവസം. പിന്നെ ഒരു 429 രൂപയുടെ ഓട്ടം അന്നത്തെ ദിവസം തന്നെ ഓടിയാണ്. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഏണിങ്ങിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.